PSC അംഗത്വം വാഗ്ദാനം ചെയ്ത് CPIM യുവനേതാവ് പണം തട്ടിയെന്ന ആരോപണം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. നാട്ടിൽ പലതരം തട്ടിപ്പുകൾ നടക്കുന്നുണ്ടെന്നും ശക്തമായ നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി മറുപടി നൽകി. കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളിക്കെതിരെ പാർട്ടി തലത്തിൽ അന്വേഷണം തുടങ്ങി. ലീഗ് MLA N ഷംസുദ്ദീനാണ് കോഴയാരോപണം ചോദ്യോത്തരവേളയിൽ സഭയിൽ ഉന്നയിച്ചത്. ഒരു PSC അംഗമാകുന്നതിന് ഒരു ഭരണകക്ഷി നേതാവ് 60 ലക്ഷം രൂപ കോഴ ചോദിച്ചുവെന്നും അതിൽ 22 ലക്ഷം രൂപ ആ പാർട്ടി നേതാവിന് കൈമാറിയെന്നും ഇതിന്റെ അന്വേഷണം അങ്ങയുടെ പാർട്ടി സെക്രട്ടേറിയറ്റിൽ നടക്കുന്നുണ്ട് എന്നൊക്കെയാണ് സർ. തട്ടിപ്പുകാർക്കെതിരെ സ്വാഭാവികമായും നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി. PSC അംഗങ്ങളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള വഴിവിട്ട രീതികളും ഉണ്ടാകാറില്ല. മറ്റ് പ്രശ്നങ്ങൾ തട്ടിപ്പുകൾ പലതരത്തിൽ നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ. ഏതെല്ലാം തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് വേണ്ടി ആളുകൾ ശ്രമിക്കുന്നുണ്ട്. പണം വാങ്ങി PSC മെമ്പർമാരെ നിയമിക്കുന്ന രീതി CPIM-ന് ഇല്ലെന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. തന്റെ പേര് വലിച്ചിഴച്ച് വ്യക്തിഹത്യ നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. വസ്തുതയൊന്നുമില്ല എന്ന് ബോധ്യമായാലും വലിച്ചിഴക്കുന്നവർ അത് പിന്നീട് തിരുത്താനോ വിശദീകരിക്കാനോ തയ്യാറാകുന്നില്ല. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഇടപെട്ട് PSC അംഗത്വം ഉറപ്പാക്കുമെന്ന് പറഞ്ഞ് കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം 22 ലക്ഷം രൂപ വാങ്ങിയെന്നാണ് പരാതി. പണം നഷ്ടമായ കോഴിക്കോട്ടെ ഡോക്ടർ ദമ്പതിമാർ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകി. വിവാദത്തെക്കുറിച്ച് അറിയില്ലെന്നും പരാതിയുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. അതേസമയം തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമെന്നാണ് പ്രമോദ് കോട്ടൂളിയുടെ പ്രതികരണം. 24 കോഴിക്കോട്.